സോമൻ ചോറാനോട് സംസാരിച്ചുകൊണ്ട് നടന്നു വരികയാണ്. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മാനേജർ ആയിരുന്നു ജീവോണിനെ പ്രൊജക്ടിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നത്. ജീവോണിന്റെ ഒന്ന് രണ്ട് കുറ്റമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവളെ കൂടെ തന്നെ നിർത്തേണ്ടതായിട്ടുണ്ടെന്നൊക്കെ സുമൻ പറയുമ്പോഴത്തേക്കും സോമിനും വളരെ നല്ലൊരു ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ജോറാനും അവളെ തെറ്റിദ്ധരിക്കുന്നു. ജീവോണിന്റെ അത്ര നന്നായിട്ടൊന്നും വർക്ക് ചെയ്യുവാൻ എനിക്ക് അറിയുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്നൊക്കെ സുമൻ ചോദിക്കുമ്പോഴത്തേക്കും ജോറാനും അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. മെയിൽ കിറ്റ് പ്രൊജക്ടിനെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ നോക്കുന്ന ജീവനാകട്ടെ ഇതിനു മുമ്പ് നടന്ന മറ്റൊരു സംഭവത്തെ കുറിച്ച് ഓർക്കുകയാണ്. വാങ്ങും എയറോപ്ലെയിനിൽ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിന്റെ പേരിൽ അവൻ അറസ്റ്റിലുമായി. അതുകൊണ്ട് തന്നെ വാങ്ങിനെയും മാനേജറിനെയും ഒരുപോലെ മലർത്തിയടിക്കുവാനായിട്ടുള്ള ഒരു ഐഡിയയൊക്കെയാണ് താൻ കണ്ടെത്തേണ്ടതെന്നായിരുന്നു ജീവൻ ഓർക്കുന്നത്. അങ്ങനെ ഇരിക്കാണ് ജീവണിന് ഫുഡൊക്കെ ആയിട്ട് സൂമിന് എത്തിയിട്ടുണ്ടായിരുന്നത്. ഫുഡിന്റെ അകത്തുണ്ടായിരുന്ന ഫ്ലവറിന്റെ പോർഷനൊക്കെ ജീവണിന് അവൾ പ്രത്യേകമായിട്ട് നൽകുന്നുമുണ്ട്. ജീവൺ ആ ഒരു പ്രൊജക്റ്റിൽ ഇല്ലെങ്കിൽ പോലും കുറച്ച് മാറ്റമൊക്കെ വരുത്തുവാനായിട്ട് ജീവണിനോട് മാനേജർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മാനേജറിനെ കാണിക്കുന്നതിന് മുമ്പായിട്ട് എന്നെ സൂമിനെയും ഒന്ന് കാണിക്കാമോ എന്നൊക്കെ ജോറാനും ജീവന്റെ അടുത്ത് ചോദിക്കുകയാണ്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലാണ് ഞാൻ മാറ്റമൊക്കെ വരുത്തിയിട്ടുള്ളത്. അതിലാകട്ടെ വാങ്ങിനെ നമ്മുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ ആഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കുമെന്നൊക്കെ ജീവൻ പറയുന്നത് ചീഹുക്കും ശ്രദ്ധിക്കുന്നു. പിന്നീട് മാനേജറും ചീഹുക്കും ഡയറക്ടറായിട്ടുള്ള വാങ്ങും ആ ഒരു പ്രപ്പോസലിലൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഒടുവിലായിട്ട് ചെയർമാനും ആ ഒരു പ്രപ്പോസലൊക്കെ സൈൻ ചെയ്യുന്നു. വാങ് ആയിരുന്നു എല്ലാത്തിന്റെയും ഫ്രണ്ട് പേജിൽ നിന്നിട്ടുണ്ടായിരുന്നത്. വീഡിയോസിലും ഫോട്ടോസിലും എല്ലാം തന്നെ വാങ്ങിന്റെ മുഖമായിരുന്നു ഉണ്ടായിരുന്നത്. ഡയറക്ടർ വാങ് ഇപ്പോൾ ഒരുപാട് ഫേമസ് ആയിരിക്കുകയാണ്. അയാൾക്കും ഇന്റർവ്യൂസിനൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഒരു ഇന്റർവ്യൂ ഒക്കെ കണ്ടുകൊണ്ട് വാങ് ഇരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു വാങ്ങിനെ കാണുവാനായിട്ട് മാനേജർ എത്തുന്നത്. നേരത്തെ കിമ്മിന് മാനേജറിന്റെ സ്ഥാനമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പോലും ഇപ്പോൾ ആകട്ടെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായി മാറിയിരിക്കുകയാണ് ഈ ഒറ്റ പ്രൊജക്ട് കാരണം. എന്തായാലും ആ ഒരു കാര്യം എല്ലാം തന്നെ ഡയറക്ടറും എടുത്തു പറയുന്നു. എന്നെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആഡ് ചെയ്യണമെന്നത് ആരുടെ ഐഡിയ ആയിരുന്നു എന്നൊക്കെ വാങ്ങ് ചോദിക്കുമ്പോഴത്തേക്കും ചിവുന്റെ പേര് പറയുവാനായിട്ട് അയാൾ മടിച്ചു നിൽക്കുകയായിരുന്നു. എല്ലാ കാര്യത്തിലും ക്രെഡിറ്റ് ഒക്കെ മേടിച്ചെടുക്കുവാനായിട്ടായിരുന്നല്ലോ മാനേജർക്ക് ഏറ്റവും താല്പര്യമുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അതെല്ലാം തന്നെ തന്റെ സ്വന്തം ഐഡിയ ആയിരുന്നു എന്ന് മാനേജറും പറയുന്നു. ജിഹുക്ക് 당연히 ഡയറക്റ്റ് 제가 하지 ആയിട്ട് നമ്മുടെ കമ്പനിയുടെ 않았겠습니까? ജനറൽ 그 മാനേജർ 얼굴 ആയിട്ടാണ് 되고 능력 되는 എത്തിയിട്ടുണ്ടായിരുന്നത്. 이 അവൻ വിദേശത്തൊക്കെ പോയി പഠിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവൻ അങ്ങനെ ഒരു സ്ഥാനമൊക്കെ കിട്ടിയത്. ഞാനും വിദേശത്ത് പോകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ അങ്ങനെ വിദേശത്ത് പോയി കുറച്ചുകൂടി പൊസിഷനിലേക്ക് എത്തിയതിനു ശേഷം തിരിച്ചു വരുന്നതായിരിക്കും. അന്ന് ഞാൻ വീണ്ടും നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ മാനേജറുടെ അടുത്ത് പറഞ്ഞതിന് ശേഷമാണ് ഡയറക്ടർ പോകുന്നതും. വാങ് വിദേശത്തേക്ക് പോകുന്നതിന്റെ ഒരു നോട്ടീസ് ഒക്കെ ജീവനും കാണുകയാണ്. അങ്ങനെ ഇരിക്കെ മിൻഹോനും സൂമനും ആകട്ടെ ജീവന്റെ കൂടെ ഒന്നിച്ചിരുന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചു നാളായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. നീ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. എന്തായാലും ഒരു ദിവസം നിനക്ക് ഇതിനുള്ള പ്രതിഫലമൊക്കെ കിട്ടുന്നതായിരിക്കുമെന്നൊക്കെ സുമിൻ പറയുമ്പോഴത്തേക്കും എനിക്കതിന് ഒട്ടും തന്നെ താല്പര്യമില്ല. ഞാൻ ഇപ്പോൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം എനിക്ക് ഇപ്പോഴാണ് കിട്ടേണ്ടത്, അല്ലാതെ പിന്നീട് ഒരിക്കലല്ല. വളരെയധികം സീരിയസ് ഒക്കെ ആയിട്ടായിരുന്നു അവൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴാകട്ടെ അവൾ ഇതുവരെ അങ്ങനെയൊന്നും സംസാരിക്കാത്തത് കൊണ്ട് തന്നെ മിൻഹ്വാനും സൂമിനും ഒന്നും തന്നെ മനസ്സിലാക്കാതൊക്കെ ഇരിക്കുകയാണ്. ജീവണ്ണും അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ അവൾക്ക് പുറത്ത് പോകേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ രാത്രി ഇവിടെ സൈഡിലൊക്കെ ആയിട്ടിരുന്ന് ഫുഡ് കഴിച്ചത് ഓർക്കുന്നുണ്ടോ എന്ന് അവളും ചോദിക്കുകയാണ്. മിൻഹ്വാനും രാത്രി നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് ഈ ജനലിന്റെ ഒക്കെ അടുത്തിരുന്നു കൊണ്ട് ചിക്കനൊക്കെ കഴിച്ചത് വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സോമനും അത് എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാമെന്നൊക്കെ പറയുന്നു. എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് ഇവിടെ ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നോക്കുവാൻ പറഞ്ഞിട്ട് ജീവനും പോകുകയാണ്. വാങ്ങും ഇപ്പോൾ എയ്റോപ്ലെയിനിലേക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവൻ ഒരു കോൾ വരികയാണ്. മറ്റാരും ആയിരുന്നില്ല, ജീവൻ ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഇപ്പോൾ ചെയ്ത മീലിക്കിറ്റ് പ്രൊജക്ട് ഇല്ലേ, അത് ശരിക്കും എന്റെ പ്രൊജക്ട് ആണ്. എന്റെ പ്രൊജക്ട് തട്ടിയെടുത്തതിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ ഞാൻ കംപ്ലൈന്റ് ഒക്കെ കൊടുക്കാനായിട്ട് പോകുകയാണെന്നൊക്കെ ആയിരുന്നു ജീവനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വാങ് ഒന്നാമത്തെ ദേഷ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ വാങ് ഇരിക്കാൻ പോകുന്ന സ്ഥലമൊക്കെ നോക്കുമ്പോഴത്തേക്കും അയാളുടെ സീറ്റിന്റെ തൊട്ടടുത്തായിട്ട് മറ്റൊരാൾ ഇരിക്കുന്നതൊക്കെ വാങ് കാണുന്നു. ഞാൻ ആരാണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാമോ? എന്റെ സീറ്റിന്റെ അടുത്ത് മറ്റാരും തന്നെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാങ്ങും അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ദേഷ്യപ്പെടുകയാണ്. അവിടെ ഇരിക്കുന്ന മറ്റൊരാളാകട്ടെ ഇതെല്ലാം തന്നെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. എന്റെ അസിസ്റ്റന്റ് മാനേജർ ആകട്ടെ ഞാൻ ചെയ്ത പ്രൊജക്ട് അവളുടേതാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളാകട്ടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ പോലും കൂട്ടാക്കുന്നില്ല. നിങ്ങളൊക്കെ പിന്നെ എന്തിനാണ് സാലറി മേടിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വാങ്ങും അവരെ കുറ്റപ്പെടുത്തുന്നു. പിന്നീട് വാങ്ങും മാനേജറിനെ കോൾ ചെയ്യുകയാണ്.
നീയല്ലേ പറഞ്ഞത് ജീവന്റെ കാര്യത്തിൽ തീരുമാനമൊക്കെ ഉണ്ടാക്കിയെന്ന്. ഇപ്പോൾ അവൾ എന്നെ വിളിച്ചതിന് ശേഷം ആ പ്രൊജക്ട് അവളുടേതാണെന്ന് പറഞ്ഞു. കംപ്ലൈന്റ് കൊടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു. നീ എന്തുകൊണ്ടാണ് അതിന്റെ പേരിൽ ഒരു നടപടിയും എടുക്കാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വാങ്ങും മാനേജറിനെ കുറ്റപ്പെടുത്തുന്നു. അവളാണ് ഈ പ്രൊജക്ട് ചെയ്തതെന്ന കാര്യം ആരും തന്നെ അറിയുവാനായിട്ട് പാടില്ല എന്നൊക്കെ വാങ് സംസാരിക്കുന്നുണ്ടായിരുന്നെങ്കിലും വാങ്ങാകട്ടെ ഫോണിൽ വളരെയധികം ഉറക്കെയൊക്കെ ആയിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ അത് കേൾക്കുകയാണ്. പിന്നീട് വളരെയധികം ശബ്ദത്തിൽ മൂക്കൊക്കെ ചീറ്റിയിട്ട് കയ്യിലുണ്ടായിരുന്ന ടിഷ്യൂ പോലും അവിടെ വെറുതെ വലിച്ചെറിയുന്നു. പിന്നീടാകട്ടെ അവിടെ ഉണ്ടായിരുന്ന എയർ ഹോസ്റ്റസിനെ വീണ്ടും വിളിച്ച് വഴക്കൊക്കെ പറയുകയാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും മറ്റൊരാൾ കൂടി എത്തിയിട്ട് വാങ്ങിന്റെ അടുത്ത് മര്യാദയ്ക്കൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴായിരുന്നു വാങ്ങും സീറ്റൊക്കെ താഴ്ത്തി വെച്ചിട്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുവാനായിട്ട് നോക്കുന്നത്. അയാളാകട്ടെ ഫ്ലൈറ്റ് ഒക്കെ എടുക്കുവാനായിട്ട് തുടങ്ങുന്ന സമയമാണ്. അങ്ങനെ ഇരിക്കെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് മര്യാദയ്ക്ക് ഇരിക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ വാങ്ങിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും വാങ് വീണ്ടും ദേഷ്യത്തിലാകുന്നു. കയ്യിലുണ്ടായിരുന്ന പേപ്പറൊക്കെ വെച്ചുകൊണ്ട് അയാളുടെ തലക്കിട്ട് അടിച്ചിട്ടൊക്കെ ആയിരുന്നു വാങ് സംസാരിച്ചിട്ടുമുണ്ടായിരുന്നത്. അയാൾ എത്രത്തോളം മാന്യമായിട്ടൊക്കെ വാങ്ങിന്റെ അടുത്ത് സംസാരിക്കുവാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും വാങ് ഒട്ടും തന്നെ മാന്യമല്ലാത്ത രീതിയിലായിരുന്നു അയാളോട് സംസാരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ എയർ ഹോസ്റ്റസും പോലീസിനെയൊക്കെ കോൾ ചെയ്യുന്നു. പിന്നീട് എയർപോർട്ടിലെ പോലീസൊക്കെ എത്തിയതിനു ശേഷം അയാളെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുകയാണ്. അതൊക്കെ വലിയൊരു വാർത്തയായി മാറുന്നു. ആ ഒരു മീൽ കിറ്റ് പ്രൊജക്ടിനെയും അത് വല്ലാതെ ബാധിക്കുന്നൊക്കെയുണ്ട്. അവരുടെ പ്രൊഡക്ട്സ് പലതും ആളുകൾ മേടിക്കാതെയാകുന്നു. ജീവനെ കുറിച്ച് പോലും അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ മീഡിയസിന് കിട്ടിയിരിക്കുകയാണ്. UNK കമ്പനി ഇപ്പോൾ ക്ഷമയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവരും പ്രൊഡക്ട്സ് ഒക്കെ ബഹിഷ്കരിച്ചത് കൊണ്ട് തന്നെ അവർക്കും പ്രൊഡക്ട്സ് ഒക്കെ നിർത്താതെ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ജീവനെ കുറിച്ച് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ജീവനും വീഡിയോ വഴി കാണുന്നു. വാങ്ങിന് എന്തായാലും ഒരു പണി കിട്ടുമെന്ന കാര്യമൊക്കെ അവൾക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടായിരുന്നു കൃത്യമായി അവൾ സിറ്റുവേഷൻ ഒക്കെ മുതലാക്കിയിട്ടുണ്ടായിരുന്നതും അയാളെ വെച്ച് പ്രൊഡക്റ്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതും. എന്തായാലും സന്തോഷമായിട്ടുണ്ടായിരുന്ന അവളും BTSന്റെ സോങ് ഒക്കെ കേട്ടിരിക്കുകയാണ്. ജിഹോക്കും അവിടെ എത്തിയതിനു ശേഷം ബാങ്ങിനെ ഡിസ്മിസ് ചെയ്ത കാര്യവും അതുപോലെ തന്നെ അവളുടെ പ്രൊജക്ട് ഒക്കെ മോഷ്ടിച്ചതിന്റെ പേരില് മാനേജർക്കെതിരെ ആക്ഷൻ എടുത്ത കാര്യവും ജിഹുക്ക് അറിയിക്കുകയാണ്. ജിവുന്റെ കയ്യിൽ നിന്നും ഫോണൊക്കെ താഴേക്ക് പോകുമ്പോഴത്തേക്കും ജിവനും ജിഹുക്കും ഒന്നിച്ച് ആ ഒരു ഫോണൊക്കെ എടുക്കുന്നു. അതിൽ BTSന്റെ സോങ് ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കുന്ന ജിഹുക്ക് ആകട്ടെ നിനക്ക് BTSന്റെ സോങ് ഒക്കെ ഇഷ്ടമാണോ എന്ന് അവളുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് ഡൈനമൈറ്റ് ആണ് ഏറ്റവും ഇഷ്ടം, പക്ഷെ ഇപ്പോൾ എനിക്കത് കേൾക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന വിഷമം മാത്രമേ ഉള്ളൂ എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവന് സ്പ്രിംഗ് ഡേ ആണ് ഏറ്റവും ഇഷ്ടമെന്ന കാര്യവും പറയുന്നു. അപ്പോഴായിരുന്നു വീണ്ടും നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ജീവൻ ഒന്നുകൂടി ആലോചിച്ചു നോക്കുന്നത്. കഴിഞ്ഞ തവണ ജീവന്റെ കാതില് കമ്മൽ കിടന്നപ്പോഴത്തേക്കും ആയിരുന്നു ജീഹുക്കും അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ ആകട്ടെ അവളുടെ കയ്യിലെ കവർ കണ്ടപ്പോൾ തന്നെ അവൻ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞു. ഓൺഹോയുടെ അടുത്ത് റീയൂണിയന്റെ കാര്യം പറഞ്ഞ് അവനെ റീയൂണിയൻ അയച്ചിട്ടുണ്ടായിരുന്നതും അവളുടെ വയറിന് വേദന ഉണ്ടോ എന്നൊക്കെ ജിഹോക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും അവൾ ഓർക്കുന്നു. മിൻഹു അന്നിനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന പേടിയൊക്കെ എനിക്കുണ്ടെന്നും ആളുകൾ ഒരിക്കലും മാറുകയില്ല എന്നും ജിഹുക്ക് അവളോട് പറഞ്ഞതിനെ കുറിച്ചും അവൾ ഇപ്പോൾ ഓർത്തു നോക്കുന്നു. അത്രയും ഓർത്തതിനു ശേഷം സ്പ്രിംഗ് ഡേയോ എന്ന് അവൾ എടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ആയിരുന്നു അവളും ഡൈനാമൈറ്റ് എന്ന പേരായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന കാര്യം അവനും ഓർക്കുന്നത്. അതായത് ഡൈനമൈറ്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് 2020-ലായിരുന്നു. സ്പ്രിംഗ് ഡേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് 2017-ലും. പക്ഷെ ഇപ്പോൾ അവർ ഉള്ളത് 2013-ല് മാത്രമാണ്. അങ്ങനെ ഇരിക്കെ രണ്ടുപേർക്കും ഫ്യൂച്ചറിലെ ഓരോരോ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും ടൈം ട്രാവൽ ചെയ്ത് എത്തിയിട്ടുള്ളവരാണെന്നുള്ള സത്യം അവരും മനസ്സിലാക്കുന്നു. അങ്ങനെ ആ ഒരു എപ്പിസോഡ് അവസാനിച്ച് അടുത്ത എപ്പിസോഡ് എത്തിയിരിക്കുകയാണ്. മിൻഹ്വാനെയും സോമിനെയും ഒന്നിപ്പിക്കുവാനാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോമിൻ മിൻഹ്വാനെ വിവാഹം കഴിച്ചില്ല എങ്കിൽ എനിക്ക് അവനെ വിവാഹം കഴിക്കേണ്ടതായിട്ട് വരുമെന്ന് അവളും അറിയിക്കുന്നു. അങ്ങനെ അവനെ വിവാഹം കഴിച്ചു കഴിയുകയാണെങ്കിൽ എനിക്ക് ക്യാൻസർ ഉണ്ടാകും. പിന്നീട് അവന്റെയും സോമിന്റെ കൈകൊണ്ട് ഞാൻ മരണപ്പെടുകയും ചെയ്യും. അവളും ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചീഹുക്കാകട്ടെ അവന്റെ ലൈഫിൽ പ്രത്യേകിച്ച് മാറ്റം ഒന്നും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ തനിക്ക് അറിയുകയില്ലായിരുന്നു എന്ന കാര്യം തുറന്നു പറയുന്നു. ഞാൻ നിന്റെ അടക്കിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു ഉൺഹോനെ കുറിച്ചൊക്കെ ഞാൻ കൂടുതലായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് ചിഹുക്ക് പറയുമ്പോഴത്തേക്കും എന്റെ അടക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ആൾക്കാർക്ക് എന്നെ ഓർത്ത് വിഷമം ഉണ്ടായിരുന്നോ എന്നൊക്കെ അവളും ചോദിക്കുന്നു. ഒരുപാട് ആളുകളുടെ ഉള്ളിൽ ഒരുപാട് കുറ്റബോധമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അതെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അവളും അതൊന്നും വിശ്വസിക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല. ആരും തന്നെ അവളെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല.
ഒരുപാട് ആളുകളുടെ അടക്ക് പോലെ തന്നെ സാധാരണ ഒരു അടക്കമായിരിക്കും തന്റേതുമെന്നൊക്കെ അവളും ചിന്തിക്കും. ജീവനോട് സംസാരിക്കാനായിട്ട് ജീഹുക്കും ഇപ്പോൾ അവളെയും കൂട്ടിക്കൊണ്ട് അവന്റെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവന്റെ വീട്ടിലേക്ക് അവൾ എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന പൂച്ചേനൊക്കെ അവൾ കാണുകയാണ്. അവൾക്ക് പൂച്ചേനെ ഇഷ്ടമാണെങ്കിൽ പോലും ആ ഒരു പൂച്ചയ്ക്ക് മനുഷ്യരെ ആരും തന്നെ ഇഷ്ടമില്ല എന്ന കാര്യമൊക്കെ ജീഹുക്ക് എടുത്തു പറയുന്നു. എങ്കിൽ പോലും ജീവൻ അതിനെ തൊട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു പൂച്ചയും അവളുടെ ഒപ്പം കളിക്കുകയൊക്കെ ചെയ്യുകയാണ്. നിനക്ക് ഈ ഒരു കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കുവാനായിട്ട് സാധിക്കുകയില്ലേ എന്നൊക്കെ ജിഹുക്ക് ചോദിക്കുമ്പോഴത്തേക്കും ജീവനാകട്ടെ 10 വർഷത്തിന് ശേഷം അവനെന്നെ കൊന്നതാണ്. അങ്ങനെയുള്ള അവന് ഇപ്പോഴെന്നെ കൊല്ലുവാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പു പറയുവാനായിട്ട് കഴിയുകയില്ല എന്നായിരുന്നു അവളും പറയുന്നത്. നാട് വിടുവാനായിട്ടൊക്കെ ഒരു പ്ലാൻ ചെയ്തതായിരുന്നെങ്കിൽ പോലും അവളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ജീവൻ പറയുമ്പോഴത്തേക്കും ജിഹോക്കാകട്ടെ ഇപ്പോൾ നീ പൊയ്ക്കോ, എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറയുകയാണ്. പക്ഷെ അപ്പോഴാണ് അവൾ മറ്റൊരു കാര്യം പറയുന്നത്. എത്രയൊക്കെ ഓടി രക്ഷപ്പെടുവാനായിട്ട് നോക്കുകയാണെങ്കിലും അവൾക്ക് ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല. പണ്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന മുറിവായിരുന്നു ഇപ്പോൾ നിന്റെ കയ്യിൽ ഉള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളും അവന്റെ കൈയൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അന്ന് എന്റെ കൈക്ക് ഈ മുറിവ് ഉണ്ടാകില്ലായിരുന്നെങ്കിൽ നിന്റെ കൈക്ക് ആയിരിക്കും ആ മുറിവ് ഉണ്ടാകുക എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും അവളും കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുകയാണ്. ഏതെങ്കിലും ഒരു കാര്യം നടക്കരുതെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് പകരമായിട്ട് മറ്റാർക്കെങ്കിലും അത് സംഭവിച്ചേ മതിയാകൂ എന്ന കാര്യം അവളും തുറന്നു പറയുന്നു. അപ്പോഴാണ് മുറിവിന് പകരമായിട്ട് മറ്റൊരു മുറിവ് സംഭവിക്കണം, വിവാഹത്തിന് പകരമായിട്ട് മറ്റൊരു വിവാഹം സംഭവിക്കണം, മരണത്തിന് പകരമായിട്ട് മറ്റൊരു മരണവും നടക്കണമെന്ന കാര്യമൊക്കെ അവനും മനസ്സിലാക്കുന്നത്. പക്ഷെ ജീവോണ്ട് മാത്രമായിരുന്നില്ലല്ലോ ചീഹുക്കിനും മരണമൊക്കെ സംഭവിച്ചിട്ടുള്ളതിനെ കുറിച്ച് അവനും ഓർക്കുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.